നമസ്കാരം. ബീറ്റ് പോസിറ്റീവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗോഡ് ഫാദർ എന്നുള്ള ഒരു ഫിലിമിനെ പറ്റി. ഒരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം. അതെ, കാരണം രണ്ട് സംവിധായകർ ഒത്തുചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം സിദ്ദിഖും ലാലിലെ കൂട്ടായ്മയാണ് നമുക്ക് ഈ ഫിലിമിൽ കാണാൻ പറ്റിയ ഒരു വിജയം, അല്ലെ? ഗോഡ് ഫാദറിനെ പറ്റി പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 405 ദിവസം ഒരു ചലച്ചിത്രം ഒരു പ്രദർശനശാലയിൽ പ്രദർശിപ്പിച്ച് റെക്കോർഡ് വിജയം നേടിയ ഒരു ചിത്രമാണ്. ഗോഡ് ഫാദറിലെ മുഖ്യ കഥാപാത്രത്തെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചത് നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ നാടക ആചാര്യനായ ശ്രീ NN പിള്ള സാറാണ്. അദ്ദേഹത്തെ ഈ ഒരു ചലച്ചിത്രത്തിൽ കൊണ്ടുവരാനായിട്ട് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിനെ ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നു. കാരണം ചലച്ചിത്ര മേഖലയിലേക്ക് വരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. അതെ, നാടകത്തിൽ മാത്രം പോകാനുള്ള ഒരു സാഹചര്യം അതാണ് ഇഷ്ടമായിരുന്നത്. അതെ, പക്ഷെ ആദ്യമായിട്ട് അഭിനയിച്ച ആ ഒരു ഫിലിം തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രശസ്തിയിൽ എത്തിച്ച ആ ഒറ്റ ഫിലിം കൊണ്ടാണ്. പിന്നെ ഒരു ഐഡന്റിറ്റി വേണ്ട. ആ ആദ്യത്തെ ഒരു ഫിലിം കൊണ്ട് തന്നെ നമുക്ക് ഇന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു അത് NN പിള്ള സാർ. നമുക്കറിയാം വിജയരാഘവൻ സാറിന്റെ അച്ഛനാണ്. ഒരുപാട് അദ്ദേഹം പ്രയത്നിച്ചിട്ടാണ് അഭിനേതാവും മകനുമായിട്ടുള്ള വിജയരാഘവന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ്, പരിശ്രമിച്ചിട്ടാണ് സ്വന്തം അച്ഛനെ ഈ ചലച്ചിത്രത്തിലേക്ക് കൊണ്ടുവന്നത്. എന്ന് തന്നെയാണെങ്കിലും അഞ്ഞൂറാൻ എന്ന് പറഞ്ഞ അദ്ദേഹം വേഷമിട്ട ആ കഥാപാത്രം ഇപ്പോഴും മിമിക്രി വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കളി, എന്റെ ലക്ഷ്മി, വീട്ടിന്റെ ലക്ഷ്മി എന്നൊക്കെ പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദവും ഇന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നു, അല്ലെ? പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ ശ്രീലക്ഷ്മി, കാരണം ഇതിലുള്ള സോങ്സ് എല്ലാം വളരെ രസകരമാണ്. അതിൽ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, ആ ഒരു രസകര കോമഡി ആണ്. ശ്രീലക്ഷ്മി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. കാരണം സാധാരണ കോളേജുകളിലേക്ക് പോകുമ്പോൾ ശ്രീലക്ഷ്മി പോകുന്ന അവസരങ്ങളിൽ ബാക്കി സുഹൃത്ത് വലയം ആലപിക്കുന്ന ഗാനം കൂടിയാണ്. അത് രസിക്കുന്നുണ്ട് ആ ഗാനം പാടുമ്പോൾ. തീർച്ചയായിട്ടും കളിയാക്കുന്നതിലൂടെയാണ് അത് പറയുന്നതെങ്കിലും വളരെയധികം ഞാൻ രസിക്കുന്നു ആ ഒരു പാട്ട് പാടുമ്പോഴൊക്കെ. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ആ സോങ് കേൾക്കുന്നത്. കാരണം വളരെ കൊമിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഒരുപാട് സ്റ്റേജിലൊക്കെ പാടുന്ന ഒരു പാട്ടും കൂടിയാണ് അത്. അതുപോലെ തന്നെ മറ്റൊരു പാട്ട് കൂടെയാണ് പൂക്കാലം. ശരിക്കും നമ്മളൊക്കെ മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഗാനമാണ്. ശരിക്കും നമ്മുടെ ഗോഡ് ഫാദർ എന്ന ചലച്ചിത്രത്തെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി മാറ്റിയത് ഇതിലെ ഗാനങ്ങൾ തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ അതിലെ എല്ലാ ഗുണങ്ങൾ കൊണ്ടും മികച്ചു നിന്ന ഒരു ഫിലിം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അത്രത്തോളം ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം അതിലെ എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചു. അവരൊരു സിംഗിൾ ക്യാരക്ടേഴ്സ് ആയപ്പോൾ തന്നെ അവർ ആ ഒരു ചെറിയ റോൾ അതിഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു ഐഡന്റിറ്റി ആയിട്ട് ഇന്നും നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ പരിപാടിയിലേക്ക് കടക്കുകയാണ്. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും, പാഴിരുൾ തറവാടിൻ മുന്നിൽ ഒരിക്കൽ കൂടെ ഈ തിരുമുറ്റത്തെത്തുമ്പോൾ ഓണനിലാവും ഞാനും, ഈ ഓണനിലാവും ഞാനും, ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു, ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരേ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു, ആർദ്രമാം ചന്ദനത്തടിയിലെരിഞ്ഞൊരൻ അച്ഛൻ്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു, അരക്കുടം തണ്ണീരാലത്താഴം വിളമ്പിയോ രമ്മതന്നോർമ്മയെ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മ തന്നോർമ്മയെ സ്നേഹിക്കുന്നു, ആരോ കമഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ
ആകാശത്താവണി തിങ്കൾ. അന്നെന്നാത്മാവിൽ മുട്ടി വിളിച്ചൊരാ ദിവ്യമാം പ്രേമത്തെ ഓർമ്മിക്കുന്നു. അന്നെന്നാത്മാവിൽ മുട്ടി വിളിച്ചൊരാ ദിവ്യമാം പ്രേമത്തെ ഓർമ്മിക്കുന്നു. പൂനിലാവെത്തിയാൽ പൊള്ളുന്ന നെറ്റിയിൽ ആദ്യത്തെ ചുംബനം സൂക്ഷിക്കുന്നു. വേർപിരിഞ്ഞെങ്കിലും നീ എന്നിലേൽപ്പിച്ച വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു. എൻ്റെ വേദന ഞാനിന്നും സൂക്ഷിക്കുന്നു. ആരോ കമഴ്ത്തി വച്ചൊരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയാൽ മിഴിനീരുവാർക്കും. പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടെ ഈ തിരുമുറ്റത്തെത്തുമ്പോൾ ഓണനിലാവും ഞാനും, ഈ ഓണനിലാവും ഞാനും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയട്ടെ ശ്രീലക്ഷ്മി? തീർച്ചയായിട്ടും. ഒരു പ്രത്യേകത ഞാൻ പറയാം. 1837 ജൂൺ 20 നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട വിക്ടോറിയ രാജ്ഞി അധികാരത്തിലേറ്റ ദിവസമാണ്. മറ്റൊരു പ്രത്യേകത ഇവിടെ നമുക്കുന്നുണ്ട്. 1858 ജൂൺ 20 ഇതേ സമയത്ത് തന്നെ ഗ്വാളിയാർ കോട്ട ബ്രിട്ടീഷ് സേന പിടിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെ രണ്ട് പ്രത്യേകതകൾ മെയിനായിട്ട് നമുക്ക് ഈ ദിവസത്തിന് ഓർമ്മിക്കാം. ഇതുപോലുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിലാണ്. ശരിക്കും ഗോഡ് ഫാദർ എന്ന് പറയുന്ന ചലച്ചിത്രം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നർമ്മമുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഒരു സദ്യ തന്നെയാണെന്ന് പറയാം അല്ലേ? ആ ഗോഡ് ഫാദർ എന്ന ചലച്ചിത്രത്തിലെ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ശരിക്കും സ്ത്രീ വിരോധിയായിട്ട് NN പിള്ള സർ വേഷമിട്ടപ്പോൾ അതിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആനപ്പാറയിൽ അച്ചാമയായിട്ട് നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയനടി ഫിലോമിനാമ്മ വേഷമിട്ടു അല്ലെ? ശരിക്കും ശ്രീലക്ഷ്മി സ്ഥിരം ഞങ്ങളോടൊക്കെ പറയുന്ന ഒരു കാര്യമല്ലേ അതിൽ ആ ഡയലോഗ് ഫിലോമിനാമ്മയുടെ ഓർമ്മയില്ല? ഞാൻ പറയുന്നതാണ്, ചേട്ടൻ പറയുന്നതല്ലേ ഇത് പൊതുവേ. ശരിക്കും ഇവിടെ തെളിയാനേ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിലുള്ള പ്രധാനം നമുക്കറിയാം ഒരു ഹാസ്യ കുടുംബ ചിത്രമാണിത്. കാരണം എല്ലാ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണെങ്കിൽ തന്നെ ആ കുടുംബങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻസ് എല്ലാം ഹാസ്യമാണ്. ഇപ്പൊ മുകേഷും ജഗദീഷും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആണ്, പക്ഷെ അവർ തമ്മിലും ഫുൾ നമുക്ക് എന്താണ് ഹാസ്യത്തിലായിട്ട് വരുന്നതാണ്. രണ്ട് കുടുംബങ്ങൾ ലിങ്കിങ് ആയാലും ശരി തന്നെ ഫുൾ നമുക്ക് ഹാസ്യമാണ്. ഇപ്പൊ ഫിലോമിന എന്ന് പറഞ്ഞ നടിയെ പറ്റി പറയാനുണ്ടെങ്കിൽ കാരണം നമുക്ക് സാധാരണ ചെയ്യുന്നത് എപ്പോഴും തമാശയാണ്. ഇതിലും തമാശ തന്നെയാണെങ്കിലും ഒരു പെൺ ഭരണമാണ് നമുക്ക് ഈ ഒരു കുടുംബത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഒരു സൈഡിൽ 500 എന്നുള്ള ക്യാരക്ടർ ശക്തമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ ഒരു കുടുംബം ആനപ്പാറ അച്ചാമ്മ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നിൽക്കുന്ന ഭയങ്കര റോളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫിലോമിന കൈകാര്യം ചെയ്തത്. എന്തായാലും നർമ്മത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്ക് നർമ്മം വിളമ്പുന്ന പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട സജീഷ് കുട്ടനിലൂർ കാഴ്ചവെക്കുന്ന ഹാസ്യ കേരളം. എല്ലാ പ്രേക്ഷകർക്കും ഹാസ്യ കേരളം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. നിങ്ങളെല്ലാവരെയും കാണുന്നതിനായിക്കൊണ്ട് ചാക്യാർ വീണ്ടും വന്നെത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ചാക്യാരുടെ സംഭാഷണ ശൈലിയെ പറ്റി ആളുകളൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാക്യാരൊന്ന് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ചാക്യാരുടെ സംഭാഷണ ശൈലി മാത്രമല്ല, ഇപ്പോൾ സകല ബഹുജനങ്ങളുടെയും സംഭാഷണ ശൈലിക്ക് പ്രത്യേകതകളുണ്ട്. ഓരോ മനുഷ്യർക്കും ചില ആളുകൾ വളരെ തടി ഒക്കെയുള്ള കൊമ്പൻ മീസയും ചോരക്കണ്ണുകളൊക്കെയുള്ള ചില ആളുകളാണ്. അവരുടെ സംഭാഷണ ശൈലി കേട്ടാലോ
ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വേറെ ചില ആളുകളാണെങ്കിലോ വളരെ കട്ടിയായിട്ടുള്ള ശബ്ദമായിരിക്കും. വേറെ ചില ആളുകളാണെങ്കിൽ ഈ സ്ത്രീകളുടെ സംഭാഷണ ശൈലിയുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പാലക്കാട്ടൊക്കെ പോയി കഴിഞ്ഞാലോ, പാലക്കാട് നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് കുമാരൻ എന്നാണ്. തിരുവനന്തപുരത്ത് വന്നാലോ അണ്ണൻ എന്തൊരു ജാലി, കോഴികൾ, വെള്ളങ്ങൾ, പൊറോട്ടകൾ. അപ്പോൾ അങ്ങനെ ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ചില നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, ഇവിടെ രജു എന്താണ് വെച്ചാൽ നീണ്ട 16 വർഷങ്ങൾക്ക് മുമ്പ് ആ കാണുന്ന റബ്ബർ എസ്റ്റേറ്റ് നമ്മുടേതായിരുന്നു. ഇപ്പോഴും നമ്മുടെ തന്നെയാണ് പോലെ. അപ്പം അങ്ങനെയുള്ള നാടകത്തിൻ്റെ ഒരു സംഭാഷണ ശൈലി നമ്മൾ ഇങ്ങനെ ശൈലി വ്യത്യാസങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. പിന്നെ മാത്രം സിനിമയിൽ അഭിനയിക്കുന്ന ചില ആളുകളുണ്ട്. ഉണ്ടക്കണ്ണും തുടുത്ത മുഖവും വെളുത്ത നിറവൊക്കെ ആയിട്ടൊരു കോഴിക്കോട്ടുകാരനായിട്ട് വില്ലൻ ഉണ്ടായിരുന്നു. മൂളെ ശോഭേ, കൊല്ലുന്നവൻ കില്ലർ, പാടുന്നവൻ സിംഗർ, സ്നേഹിക്കുന്നവൻ ലവർ, അപ്പോൾ ചുംബന സമരത്തിന് പോകുന്നവരോ ഹുമ്മർ, ഓർമ്മിരിക്കട്ടെ. അപ്പോൾ മലയാളികൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരുപാട് ശബ്ദങ്ങൾ, വൈവിധ്യങ്ങളൊക്കെ ഉണ്ട്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി മനുഷ്യൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ. അപ്പോൾ ശബ്ദത്തിൻ്റെ വൈവിധ്യങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ബഹുരസമാണ്. അപ്പോൾ ചാക്യാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതിപ്രധാനമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ മുഖവുരയായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് ഒരു സംഭാഷണ ശൈലിയുടെ ഒരു ശൈലി സ്വന്തമായിട്ടുള്ളൊരു മനുഷ്യന് ഒരിക്കൽ പറ്റിയൊരു അബദ്ധം, അതിലേക്കാണ് ചാക്യാർ വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്നുമല്ല, അതായത് ഈ ലോട്ടറി ടിക്കറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ലോട്ടറി ടിക്കറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി അങ്ങനെയൊന്നും ആരും എവിടെ അനൗൺസ് ചെയ്യാറില്ല. അതിനൊരു പ്രത്യേക ശൈലിയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോഴൊക്കെ വഴിയിലൂടെ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റിൻ്റെ ആ അനൗൺസ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ശൈലി. അപ്പോൾ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആൾ കോട്ടയത്തുള്ളൊരാളാണ്. അപ്പോൾ ഈ അനൗൺസറുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ മരിച്ച വിവരമാണെങ്കിൽ ഈ മകൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ലോട്ടറി അനൗൺസർ ദൂരെയുള്ള സുഹൃത്തിൻ്റെ ഓഫീസിലേക്ക് ഓടിക്കതെത്തി സുഹൃത്തിനെ കണ്ടു. എന്നിട്ട് സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ താങ്കൾ വിഷമിക്കണ്ട, താങ്കളുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ഇതാണ് പറയേണ്ട ഡയലോഗ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനും പരിഭ്രമവും. കാരണം ആ ലോട്ടറി അനൗൺസർ അച്ഛൻ മരിച്ച വിവരം മകനോടുര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ശൈലിയും കയറിപ്പറ്റി. അതെങ്ങനെയാണെന്ന് നമുക്ക് സസൂക്ഷ്മം ശ്രദ്ധിക്കാം. പ്രിയ സുഹൃത്തെ, താങ്കളുടെ 75 വയസ്സുള്ള പിതാവിനെ ഇന്ന് രാവിലെ കൃത്യം 10:30 ശുഭമുഹൂർത്തത്തിൽ മരണദേവതകൾ ആട്ടിച്ചോറും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഗോവ, സിക്കിം, ഭോപ്പാൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി 16 പരം ഭാര്യമാരിലായി വലുതും ചെറുതുമായിട്ടുള്ള 48 പരം ഭാഗ്യശാലികൾക്ക് ജന്മം നൽകിയ താങ്കളുടെ പിതാവിൻ്റെ ശവമടക്ക് നാളെ വൈകിട്ട് കൃത്യം 5:30 ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ തൊട്ടടുത്ത ശ്മശാനത്തിൽ വെച്ച് മടിച്ചു നിൽക്കാതെ ശങ്കിച്ചു നിൽക്കാതെ കടന്നൊരു നാളെയാണ് ശവമടക്ക്. അടുത്ത ഭാഗ്യവാൻ നിങ്ങളാണ്, അടുത്ത ഭാഗ്യശാലി നിങ്ങളാണ്. ആസ്മ, അലർജി തുടങ്ങിയ രോഗങ്ങളാൽ ശ്വാസം വലിക്കുന്ന നിങ്ങളെ മരണദേവതകൾ ആക്ഷരിക്കുന്നു. നാളെയാണ് ശവമടക്ക്. അപ്പോൾ ശൈലി വ്യത്യാസങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിന് അറ്റമില്ലാതെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ അറ്റമില്ലാത്ത കാര്യങ്ങളെ പറ്റി പറയുന്നതിനായിക്കൊണ്ട് ചാക്യാർ വീണ്ടും വരും. നന്ദി, നമസ്കാരം. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു യുദ്ധമാണ് നമുക്ക് ഇതിലെ സിനിമയിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. പക്ഷെ അതില് രണ്ടുപേരുടെ കൂട്ടുകാർ അങ്ങോട്ട് ജഗദീഷ് മുകേഷിന്റെ അടുത്ത് പറയുന്നത് നീ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് അവളെ പ്രേമിച്ച പോലെ അഭിനയിക്കാൻ പറയും. അപ്പൊ അവിടെ അച്ചാമ്മ അവിടെ മോളെടുത്ത് പറയും നീ പ്രണയിക്കും പോലെ അഭിനയിക്കാൻ പറയും. രണ്ടും ഇങ്ങനെ പ്രണയിക്കും പോലെ അഭിനയിച്ച് അവസാനം ആ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിലോട്ട് തന്നെ ഒറിജിനൽ പ്രണയമായി മാറിയിരിക്കണം. അങ്ങനെ ഒരു വഴിത്തിരിവ് അവരുടെ കുടുംബത്തിനിടയിൽ വന്നു അല്ലേ? തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി. കാരണം ഒരു കളിക്ക് തുടങ്ങിയ ഒരു പ്രണയം പിന്നീട് തമാശയല്ല, പ്രണയം എന്ന് പറയുന്ന ഒരു ദിവ്യ അനുഭൂതിയാണ്. അതിൻ്റെ കാര്യഗൗരവത്തോടു കൂടി അത് കാണുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്ത, അതുമാത്രമല്ല നമ്മുടെ സംവിധായകൻ ചൂണ്ടിക്കാണിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള പ്രണയം എപ്പോഴും വിജയം കൈവരിക്കും എന്നതൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് കൊണ്ടെടുക്കുന്നത്. അതുമാത്രമല്ല ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തെ സമ്പന്നമാക്കി. പറയുകയാണെങ്കിൽ നമ്മുടെ NN പിള്ള സർ, ഫിലോമിനാമ്മ, കനക, ലളിത ചേച്ചി, തീർച്ചയായിട്ടും ജഗദീഷ്, ഭീമൻ രഘു, അങ്ങനെ അവരുടെയൊക്കെ ആർട്ടിസ്റ്റ് വാല്യൂ അറിഞ്ഞുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ഈ ചിത്രത്തിൽ നടന്നത്. എന്ത് തന്നെയായാലും ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും പ്രവീൺ പരമേശ്വർ നയിക്കുന്ന വഴിത്തിരിവ്. റാം വിദ്യാസമ്പന്നനായ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ റാമിന് എപ്പോഴും വിഷമമാണ്. തനിക്ക് ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല.
എപ്പോഴും പരാജയങ്ങളാണ് തനിക്കുള്ളത്. ബന്ധങ്ങളിലെല്ലാം ദുരനുഭവങ്ങൾ മാത്രമാണ് തനിക്കുള്ളത്. ഈ ലോകത്തിൽ താൻ ഏതിലൊക്കെ ഇടപെടുന്നുവോ, എവിടെയൊക്കെ ഇടപെടുന്നുവോ, അവിടെ നിന്നെല്ലാം ഒരു നെഗറ്റിവിറ്റിയാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും രോഗങ്ങൾ തന്നെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളുമാണ് എപ്പോഴും റാമിൻ്റെ ജീവിതത്തിൽ. എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റിയുമായിട്ടാണ് റാം ജീവിക്കുന്നത്. റാമിനെപ്പോലെ നമ്മുടെ ഇടയിലും പലരും ഉണ്ടാകും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് കാണുന്ന, ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയുന്നില്ല എന്ന് വല്ലാതെ ചിന്തിക്കുന്ന, എവിടെയും എനിക്ക് പരാജയമാണ്, ഞാൻ തൊടുന്നതെല്ലാം പിഴച്ചു പോകുന്നു എന്ന് പരിതപിക്കുന്ന ഒരുപാട് ആൾക്കാർ. റാമിന് സംഭവിച്ചത് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഒരു നല്ല പാഠവുമായിരിക്കും. റാമിന് ഈ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു മുക്തി ഉണ്ടാകണം. റാം ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിവരിച്ചു. ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം. എപ്പോഴും എനിക്ക് പരാജയങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എല്ലായിടത്തുനിന്നും എനിക്ക് റിജക്ഷൻസും ഡിജക്ഷൻസും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എൻ്റെ ഇതുവരെയുള്ള ജീവിതം ഏറ്റവും ദുഃഖപൂരിതമായിരിക്കുന്നു. ഗുരു റാമിനോട് കൂടുതലൊന്നും തന്നെ പറയാതെ റാമിനെയും വിളിച്ചിട്ട് ഒരു ലേക്കിൻ്റെ, ഒരു തടാകത്തിൻ്റെ കരയിലേക്ക് പോയി. ആ തടാകത്തിൻ്റെ കരയിൽ വെച്ച് ഗുരു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് തടാകത്തിലെ വെള്ളം ആ ഒരു ഗ്ലാസ്സിൽ നിറച്ചു. അതിനുശേഷം ഒരു പിടി ഉപ്പെടുത്ത് ആ ഗ്ലാസ്സിലിരുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. അത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് റാമിന് കുടിക്കാൻ കൊടുത്തു. റാമിനോട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഗ്ലാസ്സിലെ ഉപ്പ് നിറഞ്ഞ വെള്ളത്തിനെ റാം ഒന്ന് രുചിച്ചു നോക്കിയിട്ട് തുപ്പിക്കളഞ്ഞു. ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ വെള്ളം ഇപ്പോൾ? വളരെ ബുദ്ധിമുട്ടാണ് കുടിക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി ഉപ്പ് ഇതിലടങ്ങിയിരിക്കുന്നു, ഇത് കുടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അതേ അളവ് തന്നെ ഉപ്പ് ഗുരു വീണ്ടും കയ്യിലേക്ക് എടുത്തിട്ട് ആ ലേക്കിലേക്ക് ഇട്ടു. എന്നിട്ട് ആ ലേക്കിൽ ആ ഒരു പിടി ഉപ്പ് നന്നായിട്ടൊന്ന് കലക്കി. അതിനുശേഷം ഈ ഗ്ലാസ് വീണ്ടും റാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ ലേക്കിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുവാൻ വേണ്ടി ഗുരു പറഞ്ഞു. റാം വെള്ളം ആ ഗ്ലാസ് കൊണ്ട് ലേക്കിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വീണ്ടും കുടിച്ചു. ഗുരു റാമിനോട് ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? അപ്പോൾ റാം പറഞ്ഞു, കൊള്ളാം, പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള വെള്ളം തന്നെയാണ്, നല്ല രുചിയുള്ള വെള്ളം തന്നെയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, അതിലിപ്പോൾ ഉപ്പിൻ്റെ അംശം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഉപ്പിൻ്റേതായിട്ടുള്ള ഒരു ഫീൽ നിനക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ റാം പറഞ്ഞു, ഇല്ല, എനിക്ക് അത്തരത്തിൽ യാതൊരു ഫീലും കിട്ടുന്നില്ല. അപ്പോൾ ഗുരു റാമിനോട് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഈ ഒരു പിടി ഉപ്പിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഉപ്പിൻ്റെ രുചിയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ അതിടുന്ന വെള്ളത്തിൻ്റെ അളവിലാണ് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുക. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ആ ഒരു പിടി ഉപ്പിടുന്നതെങ്കിൽ അത് നമുക്ക് കുടിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഒരു വലിയ തടാകത്തിലേക്കാണ് അതേ ഒരു പിടി ഉപ്പിടുന്നതെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് ആ വെള്ളം കുടിക്കുവാനും കഴിയും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു ചെറിയ വാതായനത്തിലൂടെ നമ്മൾ നോക്കിക്കാണുവാൻ ശ്രമിച്ചാൽ, നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ ചുരുക്കി കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, ഒരു പിടി ഉപ്പ് ഒരു ഗ്ലാസ്സിലിടുമ്പോൾ എന്തുമാത്രം ചവർപ്പാണോ അതിനുണ്ടാവുക, അതേ ഫീലിംഗ് തന്നെയായിരിക്കും ജീവിതത്തിലും ഉണ്ടാവുക. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നതിനനുസരിച്ച് ഒതുങ്ങിക്കൂടാതെ ജീവിതത്തിനെ കൂടുതൽ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു ടെറൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, അവിടെ ആ ഒരു പിടി ഉപ്പ് ഒരു തടാകത്തിൽ കലക്കിയ രീതിയായിരിക്കും ഉണ്ടാവുക. പ്രശ്നങ്ങൾ എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. അതിനെ ഏറ്റവും ചെറിയ പ്രതലത്തിലേക്ക് നമ്മൾ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നു. എന്നാൽ ജീവിതത്തിനെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ഒരുപാട് പരിചയങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, ഒരുപാട് കാര്യങ്ങളിലുള്ള എൻഗേജ്മെൻറ്റ്സ്, ഈ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾ അവയിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. റാമിൻ്റെ ജീവിതവും അതിൽ ഗുരു കൊടുത്ത ഉപദേശവും ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും നല്ല ഒരു ഉപദേശം തന്നെ ആയിരിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റവും പോസിറ്റീവായ രീതിയിൽ, ഇഫക്റ്റീവായ രീതിയിൽ നേരിടുവാൻ വേണ്ടിയിട്ട്. 107-ാമത്തെ അധ്യായത്തിൻ്റെ നിറവിൽ ആ ഒരു പുഞ്ചിരിയിലാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ശരിക്കും ബി പോസിറ്റീവ് അംഗങ്ങൾ മുഴുവൻ ആ ഒരു സന്തോഷത്തിലാണ്. ശരിക്കും ഇനിയും ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും സ്നേഹവും ഒക്കെയാണ്. അതിന് ഞങ്ങളൊരു വിലാസം തരുന്നുണ്ട്. ഞങ്ങളുടെ വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 047124666160. ഇമെയിൽ panorama tvmedia@gmail.com.
ശ്രീലക്ഷ്മി, നമ്മൾ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ചലച്ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഈ ചിത്രത്തിന്റെ ഒരു പൂർണ്ണത വരണമെങ്കിൽ ഇതിലെ ഗാനങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പാടില്ല. കാരണം മലയാളികൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പമുള്ള ഗാനങ്ങളാണ് അല്ലേ? അതെ അതെ അതെ. അതിലൊരു കോമിക് ആയിട്ടുള്ള സോങ് ഉണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് രീതിയിലുള്ള ഒരു സോങ്ങിന്റെ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഫിലിമിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ബിച്ചു തിരുമല സാറിന്റെയും എസ് ബാലകൃഷ്ണൻ സാറിന്റെയൊക്കെ ഒരു ലിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു സോങ്സിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി, ബി പോസ്റ്റിന്റെ പ്രേക്ഷകർക്കായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗോഡ് ഫാദറിലെ ഒരു 2 വരി. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ, പൂത്തുമ്പേ ചെല്ല പൂത്തുമ്പേ, ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു കണികയെങ്കിലും വരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.